പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമ്മളിൽ പലർക്കും ഈ ഓവർ ഫീഡിങ്ങിന്റെ കാര്യത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിക്കാറുണ്ട്. ഒരു ഉദാഹരണത്തിനായി നമ്മൾ 2-3 ദിവസത്തേക്ക് ഒരു ടൂർ പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിക്കും 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരത്തുള്ളൂ, അത്രയും ദിവസം നമ്മുടെ മത്സ്യങ്ങൾ പട്ടിണി കിടക്കാൻ പോവാണ്. എന്നാൽ വരാൻ പോകുന്ന 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണം ഇന്ന് തന്നെ ഇട്ട് കൊടുക്കാം എന്ന് കരുതി കൂടുതൽ ഭക്ഷണം ഇട്ട് കൊടുത്താൽ അത് മത്സ്യങ്ങളുടെ വിനാശത്തിന് കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ 2-3 ദിവസത്തെ ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിലെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾ നോക്കുമ്പോൾ 2-3 ദിവസമായിട്ട് പട്ടിണി കിടക്കുകയാണ്. എന്നാൽ ഇന്ന് ഒരു ദിവസം മാത്രം അല്പം ഭക്ഷണം കൂടുതൽ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചാലും അത് നേരത്തെ പറഞ്ഞ് തന്നെ പരിവർത്തിക്കും. വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചു, നമ്മൾ രാവിലെ മത്സ്യത്തിനും ഫീഡ് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അക്വേറിയത്തിനടുത്ത് വന്നിരിക്കുമ്പോൾ ഈ മത്സ്യങ്ങളെല്ലാം കൂടെ ഓടി നമ്മുടെ അടുത്തേക്ക് വരും. പാവങ്ങൾക്ക് വിശന്നിട്ടാണല്ലോ ഓടി വരുന്നത്, കുറച്ച് ഭക്ഷണം കൊടുത്തേക്കാം എന്ന് നമ്മുടെ ഉദാര മനസ്സ് പറയുമ്പോൾ ഓർക്കുക, യു ആർ ദ വൺ റെസ്പോൺസിബിൾ ഫോർ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് യുവർ അക്വേറിയം. നിങ്ങളുടെ അക്വേറിയത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതിനൊക്കെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്.